ആയിരിക്കണം വിളിക്കണ്ടേ? നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിച്ചേട്ടനെയാണ് ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നത്. മിസ്റ്റർ ഉണ്ണി മുകുന്ദൻ, ഉണ്ണിച്ചേട്ടാ പ്ലീസ് കം ടു ദ സ്റ്റേജ്. അടുത്തതായി ജയ ഗണേശന്റെ സംവിധായകൻ രഞ്ജിത് ശങ്കർ സാറിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത്. രഞ്ജിത് ശങ്കർ സാറിനെ കുറിച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷന്റെ കാര്യമൊന്നുമില്ല. പാസഞ്ചർ സിനിമയിൽ സ്റ്റാർട്ട് ചെയ്ത് ജയ ഗണേഷിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫിലിമോഗ്രഫി. നമ്മുടെ സിനിമ റിലീസ് ചെയ്യുന്നത് ഏപ്രിൽ 11-ാം തീയതിയാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഡിസ്കഷൻസും വർക്ക്സിന്റെ ഒക്കെ കാര്യമായിട്ട് രഞ്ജിത് ശങ്കർ സാർ ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. സോ സാറിന്റെ ആബ്സെൻസിൽ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എനിവേസ്, അപ്പോ അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒക്കെ RTXലെ സുന്ദരി മഹിമയാണ്. മഹിമ നമ്പ്യാർ, പ്ലീസ് ഗ്രേസ് ദ സ്റ്റേജ് വിത്ത് യുവർ പ്രസൻസ്. അടുത്തതായി ഞാൻ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യാൻ പോകുന്നത് മിസ്റ്റർ മുകുന്ദൻ മടത്തിപ്പറമ്പിൽ, മാനേജിംഗ് ട്രസ്റ്റി ഉണ്ണി മുകുന്ദൻ ചാരിറ്റി ഫൗണ്ടേഷൻ. സർ പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഒരുപാട് കാലങ്ങളായി ഒരുപാട് ചാരിറ്റി ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. സ്പെഷ്യലി ഫോക്കസിംഗ് ഓൺ എഡ്യൂക്കേഷൻ, സീനിയർ സിറ്റിസൺ ആൻഡ് ഡിഫറെന്റ് ഏബിൾ പേഴ്സൺ. സർ പ്ലീസ്. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് മിസ്റ്റർ ജയൻ മഠത്തിൽ, CEO ഓഫ് LVM ഹോംസ്. LVM ഹോംസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഹോംസ് ആണ്. ആസ് പെർ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ഹോംസ് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതാണ് LVM ഹോംസ്. സോ സർ പ്ലീസ്. സ്വാഗതം ചെയ്യുന്നത് ബ്രഹ്മശ്രീ സൂര്യനാരായണ ശർമ്മ, ഫൗണ്ടർ ആൻഡ് ഗുരു, ശർമ്മ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. സർ പ്ലീസ്. ഒരു വലിയ കൈയടിക്കൂ. Next I call upon Mr. Raju Kurian, Chairman and Managing Director, Unisys Group of Companies and Wizard Group of Institution. Sir, please. അടുത്തതായി Mr. Shaji Austin, Director, Wizard Group of Institution. Sir, please come to the stage. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഡോക്ടർ അനൂപ് KJ, പ്രിൻസിപ്പൽ വിസാർഡ് എഞ്ചിനീയറിംഗ് കോളേജ്. അനൂപ് സർ പ്ലീസ്. Next is Mr. Ashok Swami, Managing Director, Intimacy Ventures and APJ Vision Cultural Center, Dubai. Sir, Ashok Swami sir, please. അപ്പോ നമ്മുടെ വിശിഷ്ട വ്യക്തികളെയൊക്കെ തന്നെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഭദ്രദീപം തെളിയിക്കുക എന്നുള്ളൊരു ചടങ്ങാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങളെയൊക്കെ അങ്ങോട്ടേക്ക് സ്റ്റേജിലേക്ക്
presents meet and greet with Team Jay Ganesh in association with LBM Homes and Visa Group of Institution. അടുത്തതായി നിങ്ങളൊക്കെ വളരെ ക്യൂരിയസ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യത്തിലോട്ട് തന്നെ ഞാൻ കിടക്കാം. നമ്മൾ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഉണ്ണിച്ചേട്ടനെ വിളിക്കുകയാണ് ജയ് ഗണേഷിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനായി. ഉണ്ണിച്ചേട്ടാ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും, അച്ഛൻ, മഹിമ, സർ, എവ്രിവൺ, ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ. യെസ്, എൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളാണ് പറയാനുള്ളത്. ഏപ്രിൽ 11-ാം തീയതി ജയ ഗണേശന്റെ എൻ്റെ പുതിയ സിനിമ റിലീസാവും. ബട്ട് ഇത് അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമായിട്ട് ഞാൻ കാണുന്നില്ല. ടു ബി വെരി ഓണസ്റ്റ്, ഞാൻ രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഈ ജയ ഗണേശ് എന്ന സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ ഐ തിങ്ക് ഐ വാസ് വെരി ഹാപ്പി. ബിക്കോസ് ഞാൻ മാളികപ്പുറം എൻ്റെ ഏറ്റവും ലാസ്റ്റ് റിലീസായ സിനിമയ്ക്ക് ശേഷം ഏത് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോൾ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല സിനിമ ആയിരിക്കണം, ഒരു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കണം എന്നൊക്കെ. ആൻഡ് എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം, ഏറ്റവും മികച്ച സിനിമ എന്ന രീതിയിലാണ് ഞാൻ ജയ് ഗണേഷ് എന്ന സിനിമയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ സിനിമയിൽ ഞാനൊരു സ്പെഷ്യലി ഏബിൾഡ് എന്ന വ്യക്തിയുടെ ക്യാരക്ടറാണ് ചെയ്യുന്നത്. വളരെ അപൂർവമാണ് ഒരു സിനിമ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രം മനസ്സിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നത് എന്ന് പറയാം. ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ബട്ട് ഒരു സിനിമ ചെയ്തതിന് ശേഷം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് മാറ്റങ്ങൾ അനുഭവിച്ചു എന്ന് ആണ് എനിക്ക് പറയാനുള്ളത് ജയ് ഗണേഷ് എന്ന സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ച്. ഞാൻ രഞ്ജിത്തിനോട് രഞ്ജിത്ത് ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ഫൈനൽ സ്റ്റേജസിലാണ്, അതുകൊണ്ടാണ് പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റാതെ പോയത്. ഐ ഓൾറെഡി ടോൾഡ് ഹിം ദാറ്റ് രഞ്ജിത്ത് ഇങ്ങനത്തെ ഒരു സിനിമ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ടെന്ന്. ഡെഫിനറ്റ്ലി സിനിമ ഏപ്രിൽ 11-ാം തീയതി ഇപ്പോൾ റിലീസ് ആവുമ്പോൾ നിങ്ങൾ ആ സിനിമ കാണണം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ഐ തിങ്ക് യു വിൽ അണ്ടർസ്റ്റാൻഡ്. അന്ന് ഈ സിനിമ ചെയ്ത സമയത്ത് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ബിക്കോസ് ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ചെയ്തിട്ട് ഒരു കഥാപാത്രമായി മാറിയതിനു ശേഷം മനസ്സിന് ഒരുപാട് വിഷമം അല്ലെങ്കിൽ ഒരു തരം ഹോണ്ടിങ് എഫക്ട് എന്നൊക്കെ പറയില്ലേ, സാധാരണ അങ്ങനെ സിനിമയിൽ ഉണ്ടോന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല. ബട്ട് ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രം ചെയ്തിട്ട് ഇത്രയും ഐ ഫെൽറ്റ് വെരി ഇമോഷണൽ ആൻഡ് ഐ ഫെൽറ്റ് ദാറ്റ് ഒരു സിനിമ ചെയ്യേണ്ടി വന്നു. ജീവിതത്തെ കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഒരു പുതിയ പെർസ്പെക്റ്റീവിൽ ലൈഫിനെ കാണാൻ സാധിച്ചു. ആൻഡ് ദാറ്റ്സ് വൺ റീസൺ ദാറ്റ് ഞാൻ എൻ്റെ കൂടെയുള്ള അച്ഛനോടും പറഞ്ഞു, ഐ മെറ്റ് ജയൻ ബൈ LBM ഹോംസിന്റെ ഇവരൊക്കെ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 100 വീൽ ചെയറുകൾ അവരാഗ്രഹം പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും സാധിച്ചു തന്നെന്ന് തന്നെ പറയാം. ആൻഡ് ഇത് വലിയൊരു മഹത്തായ കാര്യം ആയിട്ട് ഞാൻ കാണുന്നില്ല. ബട്ട് ഐ ജസ്റ്റ് ഫെൽറ്റ് ദാറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നമുക്ക് എന്തോ ഞാൻ റിയലൈസ് ചെയ്തത്, നമുക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ടെന്ന് പറഞ്ഞ് പരസ്പരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഐ ഹാവ് ടു ഫീൽ ദാറ്റ് നമ്മുടെ കൂട്ടത്തിൽ വളരെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട്. ഐ എം വെരി പ്രൗഡ് ഓഫ് യു ഉണ്ണി, നിങ്ങളൊക്കെ ഇവിടെ വന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാവരും. നമ്മള് വെരി ഇൻസ്പയറിങ്. എന്നെ സംബന്ധിച്ചത് ഭയങ്കര ഒരു ഇൻസ്പയറിങ് ലൈഫാണ്. ദാറ്റ് ഈസ് ഞാൻ വെരി ഓണസ്റ്റ്ലി ജയ് ഗണേഷ് എന്ന സിനിമയെ മുന്നേ എനിക്ക് ഒരുപാട് സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്. ഞാൻ പൊതുവെ ടെൻഷൻ ആവാറുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഐ ഡോണ്ട് ഡു ദാറ്റ് ബിക്കോസ് ഐ ഫീൽ ദാറ്റ് എവിടേക്കോ നിങ്ങളുടെ ലൈഫ് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ സമയം എടുക്കില്ല. ദിസ് ഇവന്റ് ഈസ് ഫോർ ദെം. നിങ്ങളാണ് ഇവിടുത്തെ ഹീറോസ്. ജയ് ഗണേഷ് എന്ന സിനിമ ഡെഫിനറ്റ്ലി എത്രത്തോളം എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾ അത്രത്തോളം മോട്ടിവേറ്റഡ് ആയിരിക്കും. യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ഇവിടെ വരാൻ സാധിച്ചാലും വിസാർഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനും പ്രിൻസിപ്പൽ, സ്റ്റുഡൻസ് എല്ലാവർക്കും, ഈ വേദി ഒരുക്കി തന്ന എല്ലാവർക്കും, മീഡിയാസ് ഇത് കവർ ചെയ്ത് വന്ന എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഉണ്ണിച്ചേട്ടാ. അടുത്തതായി ഞാൻ മഹിമ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മഹിമ 2 വാക്ക് സംസാരിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും
എൻ്റെ മുന്നിലിരിക്കുന്ന കൂട്ടുകാർക്കും ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചെന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യം തന്നെ ജയഗണേഷിന്റെ വിശേഷങ്ങൾ പറയാം. April 11th സിനിമ റിലീസാണ്. ഉണ്ണി പറഞ്ഞതുപോലെ തന്നെ സ്പെഷ്യലി ഏബിൾഡ് ആയ ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ് ജയഗണേഷ്. ഉണ്ണിയെ പോലെ തന്നെ ആഡിയൻസ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കും അടുത്ത ഏത് സിനിമ ചെയ്യണം, അല്ലെങ്കിൽ അടുത്ത സിനിമ ചെയ്യുമ്പോൾ വളരെ എന്താ പറയാ ഓഡിയൻസിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ആ സമയത്താണ് രഞ്ജിത്ത് സാർ എനിക്ക് ഈ സിനിമയുടെ കഥ പറഞ്ഞു തരുന്നത്. കഥ കേട്ട ഉടനെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗൂസ് ബംസ് ആണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റോറി, ഇങ്ങനെ ഒരാളുടെ ലൈഫ് സ്റ്റോറി അത് ഓഡിയൻസിലേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു കോണ്ടന്റിന്റെ ഭാഗമാവണം എന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു, എന്റെ ആവശ്യമായിരുന്നു. ആൻഡ് ഐ കൺവിൻസ്ഡും. ഞാൻ ഓഡിഷൻ ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ കൺവിൻസ് ചെയ്തത് യെസ് ഐ വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദിസ് സിനിമ എന്നുള്ളത്. ആൻഡ് ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഐ എം പാർട്ട് ഓഫ് ദിസ് സിനിമ. സിനിമയുടെ കഥ കേട്ട് എനിക്ക് എന്ത് ഫീലിംഗ് ആണോ ഉണ്ടായത്, ഞാൻ എത്രത്തോളം ഇൻസ്പയർഡ് ആയോ അല്ലെങ്കിൽ എന്നെ എത്രത്തോളം ഈ സബ്ജക്ട് മോട്ടിവേറ്റ് ചെയ്തോ അതേ ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കും സിനിമ കണ്ടിറങ്ങുന്ന എല്ലാ ഓഡിയൻസിനും ഉണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇന്നത്തെ ഈ ഫംഗ്ഷൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് LVM ഹോംസ്, അവർക്ക് രണ്ടുപേർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം, ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് താങ്ക് യു സോ മച്ച്. ഉണ്ണി പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ മെയിൻ ഗസ്റ്റ് ഞങ്ങളല്ല, അവരാണ്. അപ്പൊ ഞാൻ ഒരുപാട് നേരം സംസാരിച്ച് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ജയഗണേഷിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഈ സൂപ്പർ ഹീറോസിനെ ആദരിക്കാൻ ഉള്ള ഈ ഫംഗ്ഷനിൽ എനിക്കൊരു ഭാഗമാകാൻ സാധിച്ചത് എന്റെ ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് മീ. താങ്ക് യു. താങ്ക് യു മഹിമ. അടുത്തതായി ഞാൻ മുകുന്ദൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മുകുന്ദൻ സാർ. വേദിയിലുള്ള പ്രശസ്ത വ്യക്തികളും സദസ്സിലെ എൻ്റെ കൂട്ടുകാരും മറ്റ് ഹീറോകളും, ഉണ്ണി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജയഗണേഷ് സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയത് സമയം മുതൽ തന്നെ ആ കഥാപാത്രത്തോട് ഇഴകിച്ചേർന്നതിന് ശേഷം ആ കഥാപാത്രം എത്രത്തോണ്ട് ഹോണ്ട് ചെയ്തു എന്നതിന്റെ പേരിലുള്ള ഡിസ്കഷൻ നടക്കുന്നതിനിടയിലാണ് അവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലണം, അതെങ്ങനെ വേണം, എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിൽ നിന്നാണ് അവരെ കൂടി ചേർത്ത് പിടിക്കുന്നതിനൊരു അവസരം എന്ന നിലയിൽ ഞങ്ങളാവുന്ന വിധത്തിൽ ഒരു 100 വീൽ ചെയറുകൾ അവർക്ക് സ്നേഹാദരത്തോടുകൂടി നൽകി അവരെ ആദരിക്കാൻ ഒരു അവസരം ഒരുക്കി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ ബലവത്തായുള്ള ഒരു സംഭവമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞങ്ങളെല്ലാവരും മാനസികമായും വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഞങ്ങളാലാവുന്ന വിധത്തിൽ അവരെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് തന്നെ ദൈവാനുഗ്രഹമായിട്ട് ഞങ്ങൾ കാണുന്നു. കൂടാതെ ഈ ജയഗണേഷ് എന്ന സിനിമ നിങ്ങളെല്ലാവരും തിയേറ്ററുകളിൽ പോയി കണ്ട് അതിൽ ആ കഥാപാത്രത്തിന് അനുഭവിക്കുന്ന വേദനയും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കൂടി അനുഭവവേദമാകാൻ, നിങ്ങൾക്ക് ഈ കഥാപാത്രങ്ങൾ എത്രത്തോളം മനുഷ്യനെ ഹോണ്ട് ചെയ്യുന്നു, ഇവർ ആരാണ്, ഇവർ എത്രത്തോളം വലിയ ഹീറോകളാണ് ജീവിതത്തിൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയാണ് ഇത്. നിങ്ങളെല്ലാവരും ആ അവസരം വിനിയോഗിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും കൂടി ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിച്ചേരാനും എന്റെ മകനൊപ്പം ഒരു വേദി പങ്കിടാനും എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം ആത്മാഭിമാനം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി LVM ഹോംസിന്റെ CEO ജയൻ മടത്തിൽ സാറിനെയാണ് ഞാൻ രണ്ടുപേർക്ക് സംസാരിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നത്. Dear brothers and sisters, good evening. എനിക്കും ഒരു വല്ലാത്ത സന്തോഷം തോന്നുന്നു. 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളൂ. ഈ സിനിമ ഒരു മെസ്സേജ് ആയിരിക്കും. ആ സിനിമയുടെ പ്രീ ലോഞ്ച് ഫംഗ്ഷൻ തന്നെ വലിയ മെസ്സേജുകളായിട്ടാണ് പുറത്തോട്ട് പോകുന്നത്. പിന്നെ എന്റെ ഒരു പേഴ്സണൽ അനുഭവം എന്ന് പറഞ്ഞാൽ, ഈ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു സുഹൃത്ത് കോടികൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ്. ഞാനും അദ്ദേഹവും ഒരു ബിസിനസ് നടത്തിയിരുന്നു. അപ്പം ഈ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടും വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ
നിങ്ങൾക്ക് സ്റ്റീഫൻ ഹോക്കിങ്സ് പറയുന്ന ആളെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പൊ അദ്ദേഹം നമ്മെ വിട്ടുപോയി. അപ്പോ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് നമ്മൾ ടാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സിനിമ പുറത്തു വരുമ്പോഴും എല്ലാ സഹോദരി സഹോദരന്മാരും അത് കണ്ടാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പലതും മനസ്സിലാവുമെന്ന് ഞാൻ ഊഹിക്കുന്നു. ട്രെയിലർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അത് വെച്ച് എനിക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഉണ്ണി മുകുന്ദനും രഞ്ജിത്ത് ശങ്കറും ഒരുക്കുന്ന ഒരു നല്ല മഹാസംരംഭമായിരിക്കും. അതിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. LVM ഹോംസിനും ഇതിൽ പങ്കാളിയാവാൻ പറ്റിയതിൽ അഭിമാനിക്കുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് പോലെ ഇപ്പം വീൽചെയർ കൊടുക്കുന്ന അതേ ഒരു സംരംഭം ഞങ്ങളുടെ ഹോസ്പിറ്റലില് ഒരു 100 ക്യാൻസർ പേഷ്യന്റിനെ സൗജന്യമായിട്ട് ചികിത്സിക്കാൻ ഉള്ള പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനും ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ അയ്യപ്പന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഞാനിപ്പോ അദ്ദേഹത്തിന്റെ അച്ഛനായിട്ട് സംസാരിച്ചു. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു എന്നെ അറിയിക്കണം. എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം നമ്മളുടെ അയ്യപ്പന്റെ ഈ ജയ് ഗണേഷ് വളരെ 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 ലോകം മുഴുവൻ അറിയുന്ന രീതിയിലാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അദ്ദേഹം ഇനിയും അദ്ദേഹത്തിന്റെ ടീം സെറ്റ് ഗ്രൂപ്പുകൾ മുഴുവനും എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സോ മച്ച് സർ. അടുത്തതായി ഞാൻ സൂര്യ നാരായണ ശർമ്മ സാറിനെ സ്വാഗതം ചെയ്യുകയാണ് മൊമെന്റോ റിസീവ് ചെയ്യാനായി. Thank you so much. Okay, so last but not the least, Mr. Raju Kurian sir. Sir, please receive the moment. So thank you Mahima and ഉണ്ണി ചേട്ടാ. സോ അടുത്തതായിട്ട് ഞാൻ നമ്മളുടെ സ്റ്റേജിലിരിക്കുന്ന ഗസ്റ്റ് ഒക്കെ താഴെ നിങ്ങളുടെ സീറ്റ് അക്കോമഡേറ്റ് ചെയ്താൽ കൊള്ളായിരുന്നു. പക്ഷെ ഉണ്ണി ചേട്ടാ പ്ലീസ് സ്റ്റേ ഹിയർ. മഹിമ പ്ലീസ്. വിട്ടുപോയി, ഐ എം സോറി. ഓക്കെ, സോ മഹിമ ഉണ്ണിച്ചേട്ടൻ ഇവിടെയുണ്ട്. അപ്പോ നമ്മളിനി അടുത്തതായിട്ട് വീൽ ചെയർ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോ ഞാൻ അതിന്റെ ലിസ്റ്റ് പേരുകൾ വായിക്കാം. ഫ്രീഡം ഓഫ് വീൽസിനെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ ധന്യ ഗോപിനാഥ്, മൂവാറ്റുപുഴയിൽ നിന്ന് വന്ന ധന്യ ഗോപിനാഥിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ധന്യ ഗോപിനാഥ്. Okay, thank you so much, Zabita.
സരസമ്മ രാജു, ത്രേസ്യമ്മ, ദേവസ്യ, നിഖിൽ പ്രിൻസ്, അച്ചാമ്മ തോമസ്, മത്തായി സക്കറിയ, ഷിമയോൻ, ബാബു MC, ബട്സ് സ്കൂൾ, ഷിൻറ്റോ സണ്ണി, എപ്പിൻ മുരളി, ജോസഫ് PM, യേശുദാസ് VM, ഷിജു പടിഞ്ഞാറേക്കുറ്റ്, കമലാക്ഷി, മേരി ജോസഫ്, ഏലി പത്രോസ്,